BJPക്ക് 2026 വലിയ സാധ്യതകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. BJPക്കാരെ തന്നെ പ്രതീക്ഷിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ BJP സംബന്ധിച്ചുള്ള അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കേരളത്തിൽ ഭരണം പിടിക്കണമെന്നൊന്നും അവർക്ക് ആഗ്രഹമില്ല. അവരൊരു പ്രസൻസ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. കിട്ടുന്ന വോട്ട് ഷെയർ ഓരോ തെരഞ്ഞെടുപ്പും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ BJPയുടെ കൂടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ UDF ദുർബലമാകും. നമ്മൾ ഇതുപോലെയാണ് തൃശ്ശൂർ ഇലക്ഷൻ വന്നപ്പോൾ വളരെ കാഷ്വലായിട്ട് BJPക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. അല്ല തൃശ്ശൂർ ഇലക്ഷന്റെ കാര്യത്തിൽ പല അടിയൊഴുക്കുകളും ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി മൂന്നാമത് മത്സരിക്കുന്നു. പുള്ളിയുടെ ഒരു പ്രസൻസ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയമായിട്ട് BJPക്ക് സൗകര്യമൊന്നും കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് മോഡിക്കുള്ള വോട്ടാണ്. പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പുള്ളി നല്ലോണം ഫെയർ ചെയ്തു. അത് ഈവൻ ഈ സിറിയൻ കാത്തലിക്സ് കൂടുതലുള്ള തൃശ്ശൂർ ടൗണിൽ അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട പോലത്തെ സ്ഥലത്ത് മാത്രമല്ല, ആ രീതിയിലൊരു സ്വീകാര്യത പുള്ളി കിട്ടി. പിന്നെ സിനിമാ നടൻ എന്നുള്ള ഒരു വലിയ ഇമേജ്, സ്ത്രീകളുടെ വോട്ട് വ്യാപകമായിട്ട് കിട്ടി. ഈ ഭർത്താക്കന്മാർ കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമ്പോൾ തന്നെ സ്ത്രീകൾ പോയിട്ട് കൃത്യമായിട്ട് മുസ്ലിം മേഖലകളിൽ പോലും പുള്ളി നന്നായിട്ട് ഫെയർ ചെയ്തു. അത് കിട്ടിയതിൻ്റെ കാരണം ഇതാണ്, ഈ സ്ത്രീകളുടെ വോട്ടാണ്. ഈ കേന്ദ്രത്തിൽ